അല്ല, ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത്. അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം? എന്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി CBI ആയിരുന്നു. CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ കിഴക്ക് അവരുടെ ഇടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ. കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തുകളിക്കുന്ന നിലയാണല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർ സ്വീകരിക്കാറ്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന വന്നത്. അപ്പോൾ അവരെ പാർട്ടിക്കകത്ത് ചിലപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും മറിച്ച് ഒരു വാദഗതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാകുക. ഞങ്ങള് EDയുടെ കാര്യം വരുമ്പോ EDയുടെ കാര്യം പറയും, ഈ കാര്യം വരുമ്പോ ഈ കാര്യം പറയും. ഇതില് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അതിന് മറ്റു പുകമറ സൃഷ്ടിക്കാതിരിക്കലാണ് ആവശ്യം. വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ അവതാരങ്ങൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വരണമെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയും സംവിധാനവും വേണ്ടതല്ലേ ഈ സർക്കാർ സംവിധാനങ്ങളിൽ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല പോറ്റിമാരും പല ആൾക്കാരും ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ അവതാരങ്ങള് ഈ പറഞ്ഞ അമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ പലരായിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. വളരെ കരുതലോടെ. പക്ഷേ 8-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടല്ലോ. ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് 8-ാം തീയതി. പോറ്റി വെളിപ്പെടുത്തൽ നടത്തുന്ന 17-ാം തീയതിയാണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചതാണ്? പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കാര്യമായിട്ട് നടക്കുമല്ലോ. അല്ല, രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ലല്ലോ. ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാ എന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കാണേണ്ടത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ. അതല്ലേ കാണേണ്ടത്. നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ. പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങൾ കാണണം. 1 മണിയാകാൻ പോവുകയാണ്. 1 മണിക്ക് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ ചോദ്യത്തിന് ഇനി സമയമുണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുക. ഒറ്റ ചോദ്യത്തിന് സമയമുണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല. ഒരാൾക്ക് ചോദിക്കുക, അതോടുകൂടി അവസാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.